ഫൈനലി അലക്സാണ്ടർ ദ ഗ്രേറ്റ് വോൾക്കനോസ്കി വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്, ചാമ്പ്യൻ ആയിരിക്കുകയാണ്. അലക്സാണ്ടർ വോൾക്കനോസ്കി വേഴ്സസ് ഡിയേഗോ ലോപ്പസ്. ഈ ഒരു ഫൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ഫൈറ്റിൽ ഉടനീളം മൾട്ടിപ്പിൾ ഹാർട്ട് അറ്റാക്സ് വന്നു. കാര്യം ഓരോ നിമിഷവും ഞാനൊരു KO എക്സ്പെക്റ്റ് ചെയ്യുമായിരുന്നു. ആ രീതിയിലുള്ളൊരു സീറ്റഡ് ത്രില്ലറായിരുന്നു ഈ ഒരു ഫൈറ്റ്. ലോപ്പസ് കിടിലൊരു ഫൈറ്റർ തന്നെയാണ്, അതിനകത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല ഈ ഒരു ലോസ് അത് ശരിക്കും വോൾക്കനോസ്കിയോടാണ്, ദ ഗ്രേറ്റ് വോൾക്കനോസ്കിയോടാണ്. അതുകൊണ്ട് ലോപ്പസിന് പ്രത്യേകിച്ച് മോശം പറയാനൊന്നുമില്ല. മാത്രമല്ല ലോപ്പസ് ഇനി ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. പിന്നെ ഞാൻ ഫൈറ്റിന് പ്രഡിക്ഷൻ വീഡിയോ ചെയ്തില്ല, എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നതനുസരിച്ചാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള, നിങ്ങളോട് കൂടുതൽ സംസാരിക്കാനൊക്കെ നമുക്ക് തോന്നുന്നത്. ഇപ്പം എനിക്ക് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്, നല്ല ലൈക്സ് കിട്ടുന്നുണ്ട്, അതിൽ ഞാൻ എക്സ്ട്രീംലി ഫോർച്ചുനേറ്റാണ്, താങ്ക്ഫുള്ളാണ്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് അങ്ങോട്ട് കയറുന്നില്ല. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ശരിക്കും എല്ലാം. ഈ ഒരു ചാനലിൻ്റെ നിലനിൽപ്പ് തന്നെ നിങ്ങളുടെ പിന്തുണയിലാണ്. ഓക്കെ, സോ പ്ലീസ് ഡു. അങ്ങനെ ഈ ഒരു ഫൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓരോരുത്തരും പറയുന്നത് കേട്ടു വോൾക്കനോസ്കി ഗ്രൗണ്ടിൽ സ്ട്രഗിൾ ചെയ്യും. ലോപ്പസ് നല്ല ഒന്നൊന്നര ഗ്രൗണ്ട് ഗെയിം ഉള്ള ആൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് വോൾക്കനോസ്കിയാണ്. ഓക്കെ, വോൾക്കനോസ്കി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വെറും സാധാ ഒരു ഫെദർ വെയിറ്റ് അല്ല. വോൾക്കനോസ്കി റഗ്ബി പ്ലെയർ ആയിരുന്നു. ആ ഒരു സമയത്ത് അറൗണ്ട് 100 kg വെയിറ്റ് ഉള്ളൊരു സൂപ്പർ സ്ട്രോങ് അത്ലീറ്റ് ആയിരുന്നു വോൾക്കനോസ്കി. ആ വോൾക്കനോസ്കിയാണ് ഇപ്പോൾ ഫെദർ വെയിറ്റിൽ വന്ന് ഫൈറ്റ് ചെയ്യുന്നത്. അന്നേരം ഒരു ആവറേജ് ഫെദർ വെയിറ്റിനെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഫെദർ വെയിറ്റ് ഡിവിഷനെ നോക്കുകയാണെങ്കിൽ വോൾക്കൻ്റെ കൂട്ട് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ വളരെ വളരെ ചുരുക്കമാണ്. UFC തന്നെ, അല്ലെങ്കിൽ ഈ പറയുന്ന MMA തന്നെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ഫെദർ വെയിറ്റ് ഫൈറ്റേഴ്സിൽ ഒരാളാണ് വോൾക്കനോസ്കി. അതുകൊണ്ടാണ് ഇസ്ലാം മഖാച്ചേവിനെ ഹ്യൂമനായിട്ട് തോന്നിക്കാനൊക്കെ വോൾക്കനോസ്കിക്ക് പറ്റിയത്. അതിൻ്റെ കൂടെ തന്നെ വോൾക്കനോസ്കി ട്രെയിൻ ചെയ്യുന്നത് ക്രൈഗ് ജോൺസിൻ്റെ കൂടെയാണ്. ക്രൈഗ് ജോൺസിൻ്റെയും അൽജോയുടെയൊക്കെ കൂടെയാണ് വോൾക്കനോസ്കി ട്രെയിൻ ചെയ്യുന്നത്. അതിനും ഗ്രൗണ്ട് ഗെയിമിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ വോൾക്കനോസ്കി 2 KO ലോസിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ വോൾക്കനോസ്കി KO ആവുമോ എന്നൊരു പേടി എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ആ ഒരു പേടി ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ആ ഒരു ഫൈറ്റിൽ ഉടനീളം നമുക്കത് ഫീൽ ചെയ്യുകയും ചെയ്തു. കാര്യം പലപ്പോഴും നല്ല ഇടി കിട്ടുന്നുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ വോബിളാവുന്നുണ്ടായിരുന്നു, താഴോട്ട് വീഴാനൊക്കെ പോയി. അങ്ങനെ അതൊക്കെ കൊണ്ട് തന്നെ പക്ഷേ എന്തായാലും ആ ഒരു ബ്രേക്ക് എടുത്തത് എന്തുകൊണ്ട് നന്നായി. കാര്യം ഇത്രയൊരു ബ്രേക്ക് ഇല്ലാതെ വീണ്ടും വന്നിരുന്നെങ്കിൽ ആ ഇടി തന്നെ വീണേനെ. എന്തായാലും ആ ഒരു റെസ്റ്റ് വർത്തിട്ടായിരുന്നു. എസ്പെഷ്യലി ബാക്ക് ടു ബാക്ക് ഇതുപോലത്തെ 2 KO ലോസിൽ നിന്ന് വരുന്ന ആൾ ഇതുവരെ ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് നേടിയിട്ടില്ല. എന്തായാലും വോൾക്കനോസ്കി ടൈറ്റിൽ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അറ്റ് ദ ഏജ് ഓഫ് 36. ശരിക്കും എക്സ്ട്രീംലി സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ UFC വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതൊരു ഗുഡ് ന്യൂസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് വോൾക്കനോസ്കി ജയിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും. കാര്യം വോൾക്കനോസ്കി ശരിക്കും ഏറെക്കുറെ 0 ഹേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ പോകുന്ന ആളാണ്. അതുകൊണ്ട് വോൾക്കനോസ്കി ജയിച്ച് കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, ഒരു ഫൈറ്റ് ഫാൻ എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ UFC ഒരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ വോൾക്കനോസ്കി ജയിക്കുന്ന അത്ര നല്ലൊരു കാര്യമല്ല. എസ്പെഷ്യലി ഈ ഒരു വോൾക്കനോസ്കി ഇപ്പം ജയിച്ച് ഡിയേഗോ ലോപ്പസ്, ഞാൻ എക്സാക്റ്റ് കാര്യം ഞാൻ പറഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഡിയേഗോ ലോപ്പസിനെ തോപ്പിച്ചിട്ട് അവിടെ കയറി നിൽക്കുകയാണെങ്കിൽ വോൾക്ക് എപ്പോഴും ഒരു ഇൻഫീരിയർ ചാമ്പ്യൻ ആയിരിക്കും. അതായത് ഇലിയ ടൊപ്പൂരിയ KO ചെയ്തിട്ട് പോയതാണ്. ഇലിയ ടൊപ്പൂരിയ എന്നിട്ട് ഡിവിഷൻ ലീവ് ചെയ്തിട്ട് പോയി. പക്ഷേ എപ്പോഴും ഇലിയ ടൊപ്പൂരിയ തോപ്പിച്ച ആളാണ് വോൾക്കനോസ്കി എന്നൊരു സംഭവം അവിടെ കിടപ്പുണ്ട്. ഒരുപക്ഷെ ഇലിയ ടൊപ്പൂരിയ തോപ്പിച്ചിട്ട് വോൾക്കനോസ്കി ചാമ്പ്യൻ ആയിരുന്നെങ്കിൽ ആ ഒരു എല്ലാ കടങ്ങളെല്ലാം വീട്ടിയിട്ട്, പിന്നെ മറ്റേത് ഇസ്ലാം മഖാച്ചയാണ് ഒരു ബിഗർ കൈ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇലിയ ടൊപ്പൂരി അവിടെ നിൽക്കുന്നിടത്തോളം കാലം വോൾക്കനോസ്കി ഒരു ഇൻഫീരിയർ ചാമ്പ്യൻ ആയിരിക്കും. മാത്രമല്ല ഇപ്പോൾ ഇൻഫീരിയർ ചാമ്പ്യനായിട്ട് നിൽക്കുന്ന വോൾക്കനോസ്കി ഇപ്പം പുറകെ വരുന്ന ന്യൂയർ ടാലൻസ് ആയിട്ടുള്ള ലോപ്പസിനെ ആവട്ടെ, ഇനി ചിലപ്പോൾ വരുന്ന മൗസാറിനെ ആവട്ടെ, ഇവരൊക്കെ തോപ്പിച്ച് അവിടെ നിൽക്കുകയാണെങ്കിൽ UFC പുതിയതായിട്ട് ഫെദർ വെയിറ്റ് കയറി വരുന്ന ന്യൂയർ ടാലൻസിനെ മൊത്തം വോൾക്കനോസ്കി തോപ്പിക്കുകയും ചെയ്യും. എന്നാൽ വോൾക്കനോസ്കി ആവട്ടെ എപ്പോൾ വേണമെങ്കിലും വിരമിക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു ഓൾഡർ ഫൈറ്ററുമാണ്. അല്ല, അതുകൊണ്ട് തന്നെ ഒരു ന്യൂയർ ജനറേഷനെ വരാൻ വോൾക്കനോസ്കി സമ്മതിക്കുന്നുമില്ല. എന്നാൽ വോൾക്കനോസ്കി ഒരു ഓൾഡർ കാര്യമാണ്, മനസ്സിലായില്ലേ? അങ്ങനൊരു കാര്യമുണ്ട്. ഈ ഒരു സംഭവം ഞാൻ അന്ന് പറഞ്ഞിരുന്നു. എക്സാക്ട് കാര്യം ഇന്നലെ ഡാനയുടെ മുഖം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. കാര്യം പ്രസ് കോൺഫറൻസിലൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്ക് ഡാനയ്ക്ക് അത്ര വലിയൊരു മുഖത്ത് വലിയൊരു പ്രസാദമൊന്നും പറയാനില്ലായിരുന്നു. കാര്യം ഒരു പിടിക്കായിക പലപ്പോഴും തോന്നി. I was surprised that Diego wasn't throwing more jabs and trying to stay on the outside and use his reach advantage a lot more. But it was a good fight. Both guys, dug deep. കാര്യം സംഭവം ഇതാണ്, വോൾക്കനോസ്കി ഓക്കെ ഫാൻ ഫേവറേറ്റ് ഒക്കെ തന്നെയാണ്. ബട്ട് എങ്കിലും ഒരു ഓൾഡർ കൈയാണ്, എപ്പോൾ വേണമെങ്കിലും വിരമിക്കാം എന്നുള്ള രീതി നിൽക്കുകയാണ്. പിന്നെ വോൾക്കനോസ്കിക്ക് ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം വോൾക്കനോസ്കി ഇനി വിരമിക്കണം എന്നാണ്. കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഫെദർ വെയിറ്റിലെ ഗോട്ട് ആരാണെന്നുള്ളൊരു ഡിസ്കഷനിൽ ശരിക്കും വോൾക്കനോസ്കി ഇപ്പം കംപ്ലീറ്റ്ലി ഹോസ്റ്റയാളുടെ പിന്തള്ളിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാര്യം ഞാനെപ്പോഴും ടൈറ്റിൽ ഡിഫൻസസ് അല്ലെങ്കിൽ ടോട്ടൽ ടൈറ്റിൽ വിൻസാണ് ഞാനെപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. ബട്ട് എങ്കിലും വോൾക്കനോസ്കി ഇപ്പോൾ അച്ചീവ് ചെയ്തേക്കുന്ന കാര്യം ഇതുവരെ ആരും അച്ചീവ് ചെയ്യാത്തൊരു കാര്യമാണ്. മാത്രമല്ല ഈ ഒരു ഏജിലും കൂടെയാണ്. സോ അത് ശരിക്കും ഒരു ലെജൻഡറി അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അതൊക്കെ കൊണ്ട് തന്നെ വോൾക്കനോസ്കി ഫെദർ വെയിറ്റ് ഗോട്ട് എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറ്റസ് സോൾഡിഫൈ ചെയ്തിരിക്കുകയാണ്. അതൊക്കെ കൊണ്ട് തന്നെ വോൾക്കനോസ്കിക്ക് ഇനി പ്രത്യേകിച്ചൊന്നും പ്രൂവ് ചെയ്യാനില്ല. അതായത് ടൈറ്റിൽ റീക്ലെയിം ചെയ്തു, ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും പുതിയ ആൾക്കാരെ തോപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി മിക്കവാറും വോൾക്കനോസ്കിയുടെ അടുത്ത ഒപ്പണൻ്റ് എന്ന് പറയാനാണെങ്കിൽ പ്രോബ്ലി മൗസർ ആയിരിക്കും.
മോസാർ വോൾക്കനോസ്കി അത്ര വലിയൊരു ഡേഞ്ചർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മോസാർ അത്ര വലിയ ഹെവി ഹിറ്ററോ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഗ്രൗണ്ട് ഗെയിം വോൾക്കനോസ്കിക്ക് അതുപോലെ തന്നെ നല്ല ഗ്രൗണ്ട് ഗെയിം ഉണ്ട്. മാത്രമല്ല നല്ല ഒന്നാമതൊരു ഡിസിഷൻ മെഷീനാണ് മോസാർ. അതുകൊണ്ട് തന്നെ വോൾക്കനോസ്കിക്ക് മോസാറിൻ്റെ മേളിൽ മിക്കവാറും ജയിക്കാൻ പറ്റിയേക്കും. പക്ഷേ ഇതാണ് പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ന്യൂ ഇയർ ടാലൻസിനെ മൊത്തം വോൾക്കനോസ്കി തോപ്പിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ കൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു ഓൾഡർ ഗൈ വോൾക്കനോസ്കി തോപ്പിച്ചിട്ട് പോയ ഇൻഫീരിയർ ചാമ്പ്യൻസ് ഉള്ള രീതിയിൽ ഇവരൊക്കെ മാറും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അന്നേരം കൂടിപ്പോയി കഴിഞ്ഞാൽ മോസാർ അതുകൂടെ കഴിഞ്ഞിട്ട് വോൾക്കനോസ്കി ശരിക്കും റിട്ടയർ ആവണമെന്നാണ് എനിക്ക് ആഗ്രഹം. വോൾക്കനോസ്കി ഇനി കൂടുതലൊന്നും ചെയ്യാനില്ല, അതാണ് കാര്യം. പിന്നെ വേറെ ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു വേർഷൻ 2 വോൾക്ക്, അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന വോൾക്ക് എത്രത്തോളം ഗുഡാണ്, അതായത് ഇനി എത്ര ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇലിയ ടൊപ്പുരി ആണെങ്കിൽ ഇസ്ലാം മഖാച്ചേവിനെ ഇനി തോപ്പിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. എന്തായാലും ആ ഫൈറ്റ്സ് ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇലിയ ടൊപ്പുരി എപ്പോഴെങ്കിലും വന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലായി എന്നേ ഉള്ളൂ. എങ്കിലും അത് നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. മിക്കവാറും നടക്കാൻ ചാൻസ് ഒന്നുമില്ല. ഇസ്ലാം മഖാച്ചുള്ള ഫൈറ്റ് ഇനി എന്തായാലും നടക്കാൻ പോകുന്നില്ല. അതിന് ഹൈപ്പോത്തറ്റിക്കലി ഇവരോട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഓപ്പോസിറ്റുള്ള ഫൈറ്റിൽ നോക്കുകയാണെങ്കിൽ വോൾക്ക് നല്ല ഫ്രഷ് ആയിരുന്നു, നല്ല രീതിയിൽ തന്നെ മൂവ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ശരിക്കും ഓർമ്മ വന്നത് ഇസ്രായേൽ അഡിസാനിയാണ്. അഡിസാനിയ വേഴ്സസ് ഇമോവോ ഫൈറ്റിൽ അഡിസാനിയ നല്ല ഫ്രഷ് ആയിരുന്നു, അതായത് നല്ല സ്പീഡായിരുന്നു, നല്ല മൂവ്മെൻ്റ് ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ചിന്ന് കോംപ്രമൈസ്ഡ് ആയി. ഓക്കെ, അതായത് ആ ഒരു പഴയ അഡിസാനി ആയിരുന്നെങ്കിൽ, അതായത് ആ ചിന്നൊന്നും പോകാത്ത നല്ല ഇൻഡാക്റ്റായിട്ട് ഇരിക്കുന്ന അഡിസാനി ആയിരുന്നെങ്കിൽ പ്രോബബ്ലി ഇമോവോനെ തോപ്പിച്ചേനെ. അതിനുള്ള സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒറ്റ ഇടിയിൽ അടിച്ചാനി വീണുപോയി. ബാക്കി എല്ലാം ഉണ്ട്, പക്ഷേ ചിന്ന് കോംപ്രമൈസ്ഡ് ആയി. സെയിം രീതിയിലാണ് എനിക്ക് വോൾക്കനോസ്കി തോന്നിയത്. അതായത് വോൾക്കനോസ്കി നല്ല ഫ്രഷ് ആയിരുന്നു, നല്ല രീതിയിലാണ് മൂവ് ചെയ്തത്, നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചിന്നിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പേടിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കാണുകയും ചെയ്തു. പലപ്പോഴും വോബിളാവുന്നുണ്ടായിരുന്നു, എപ്പോൾ വേണേലും വീഴാമെന്നൊരു സിറ്റുവേഷനിലായിരുന്നു. മാത്രമല്ല ഞാൻ അവസാന സെക്കൻഡ് വരെ ഞാൻ ഈ വോൾക്ക് ഇപ്പോൾ വീഴും ഞാനിങ്ങനെ പേടിച്ചിരിക്കുമായിരുന്നു. മാത്രമല്ല ഡിയോഗോ ലോപ്പസിന് അത് അറിയുകയും ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് അവസാന നിമിഷം ഒരു മാക്സ് ഹോളോയോ പരിപാടി ചെയ്യാൻ നോക്കിയത്. അതായത് നിലത്തോട്ട് പോയിന്റ് ഡൗൺ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ള രീതിയിൽ വെൽക്കം ചെയ്തു. പക്ഷേ വോൾക്കനോസ്കി എന്തായാലും അത് എടുത്തില്ല. ഞാൻ ശരിക്കും വിചാരിച്ചത് എടുക്കുമെന്ന്. കാര്യം വോൾക്കനോസ്കി ശരിക്കും ഈ ഒരു ഫൈറ്റിൽ ചെയ്യേണ്ടിയിരുന്നു പറയുമ്പോഴത്തേക്കും ഗ്രൗണ്ട് ഗെയിമിൽ വോൾക്കനോസ്കി ശരിക്കും ഫെദർ വെയ്റ്റിൽ ഇൻവിൻസിബിൾ ആണ്. അതൊക്കെ കൊണ്ട് തന്നെ വോൾക്കനോസ്കിയോട് ചെയ്യേണ്ടിയെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സ്ട്രെങ്തും ഗ്രാപ്ലിംഗ് ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതാണ് വോൾക്കനോസ്കി ശരിക്കും ചെയ്യേണ്ടിയിരുന്നത്. കാര്യം ആ ഒരു റിസ്ക് ഒഴിവാക്കുക, ഹിറ്റ് എടുക്കുന്ന റിസ്ക് ഒഴിവാക്കുക എന്നുള്ള കാര്യമായിരുന്നു വോൾക്കനോസ്കി ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ ലോപ്പസ് ഗ്രൗണ്ട് ഗെയിമിൽ ഒട്ടും മോശമല്ല, പക്ഷേ ഇറ്റ്സ് വോൾക്കനോസ്കി. സോ വോൾക്കനോസ്കി ചെയ്യേണ്ടിയിരുന്നത് അതാണ്. പക്ഷേ വോൾക്കനോസ്കി അതൊന്നും മൈൻഡ് ചെയ്തില്ല, നേരെ പോയി സ്ട്രൈക്ക് ചെയ്തു. അതിനാ വോൾക്കനോസ്കി ചെയ്തൊരു ഭയങ്കര സൂപ്പർ റിസ്കി മൂവാണിത്. മാത്രമല്ല ഡിയോഗോ ലോപ്പസിൻ്റെ ആ ഒരു ഫൈറ്റിൽ എൻ്റെ സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ ഞാൻ ഫൈറ്റ് റീവാച്ച് ചെയ്തില്ല, എനിക്ക് റീവാച്ച് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അന്നേരം കണ്ടതിൻ്റെ ഓർമ്മ പറയുകയാണ്. അതായത് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ലോപ്പസ് വോൾക്കനോസ്കി ഇങ്ങോട്ടും സ്ട്രൈക്ക് ഇങ്ങനെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുക, അതായത് ടോണ്ട് ചെയ്തിട്ട് കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുക, അതായത് ഇങ്ങനെ കൈവച്ച് ആക്ഷനൊക്കെ കാണിക്കുന്ന കാണായിരുന്നു. അതായത് വോൾക്കനോസ്കി നേരെ അറ്റാക്ക് ചെയ്യാൻ കയറി വരും, അന്നേരം കൗണ്ടർ സ്ട്രൈക്ക് ചെയ്യും. ഇതാണ് എൻ്റെ ഫൈറ്റിൽ ഡിയോഗോ ലോപ്പസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് വോൾക്കനോസ്കി ഏറെക്കുറെ പോയി കയറി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കൂടെ ഹിറ്റ് എടുക്കുന്നുണ്ടായിരുന്നു, കൂടെ വൊബിളാവുന്നുണ്ടായിരുന്നു. അതിനും ആ ഒരു കാര്യങ്ങൾ എന്നെ ശരിക്കും കൺസേൺ ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അതിന് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇലിയ ടൊപ്പുരിയായിട്ടും ഇസ്ലാം മഖാച്ചുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ, ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇലിയ ടൊപ്പുരിയായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല വോൾക്ക് ജയിക്കുമെന്ന്. അതായത് വോൾക്ക് ഷാർപ്പ് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇപ്പം എങ്കിലും ആ ഒരു വിൻറ്റേജ് വോൾക്കിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും എഗെയിൻ ചിന്ന പ്രശ്നമാണ്. ഇലിയ ടൊപ്പുരിയായിട്ട് ഒരു സ്ട്രൈക്കിംഗ് എക്സ്ചേഞ്ചിൽ നിൽക്കുകയാണെങ്കിൽ ഇലിയ ടൊപ്പുരി എങ്ങനെയെങ്കിലും ഒരു പഞ്ച് കണക്ട് ചെയ്യുകയും ചെയ്യും, വോൾക്ക് വീഴുകയും ചെയ്യും. അതിനും ഫസ്റ്റ് ഫൈറ്റിൽ കണ്ടതെന്നും മറിച്ചൊരു റിസൾട്ട് നമ്മളിതിൽ പ്രതീക്ഷിക്കുന്നില്ല. കാര്യം മറ്റേത് സെക്കൻഡ് റൗണ്ട് KO ആണ്, ഇത് പ്രോബബ്ലി ഫസ്റ്റ് റൗണ്ട് KO ആയിരിക്കും. എനിക്ക് ഇലിയ ടൊപ്പുരിക്കെതിരെ വോൾക്കനോസ്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മഖാച്ചേവായിട്ടുള്ള കാര്യമാണെങ്കിൽ മഖാച്ചേവ് ഒരു പവർ ഹിറ്ററൊന്നുമല്ല. പിന്നെ ആ ഒരു സെക്കൻഡ് ഫൈറ്റ് പറ്റിയെന്ന് പറയുമ്പോഴത്തേക്കും ഹെഡ് കിക്ക് KO ആണ്. അന്നേരം ആ ഒരു ഹെഡ് കിക്കൊക്കെ ഒഴിവാക്കി എങ്ങനെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ ആ ഒരു ഗ്രൗണ്ട് ഗെയിമിലും അങ്ങനെയൊക്കെ കുറേ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഡിസിഷനിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയേക്കാം. പക്ഷേ എങ്കിലും അവിടെ വോൾക്കനോസ്കി ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇസ്ലാം മഖാച്ചേവ് ഇപ്പം പ്രൈമിൽ നിൽക്കുന്ന ആളാണ്, വോൾക്കനോസ്കി പ്രൈമിലാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മഖാച്ചേവായിട്ടൊരു ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ പോലും മഖാച്ചേവിനെ തോപ്പിക്കാൻ വോൾക്കിന് പറ്റുമെന്ന്. എന്തായാലും ഇലിയ ടൊപ്പുരിയായിട്ട് എന്തായാലും പറ്റത്തില്ല, ഇലിയ ടൊപ്പുരി ഇടിച്ച് ഉറക്കിക്കളയും ഉറപ്പായിട്ടും. അന്നേരം അങ്ങനെയാണ്. അന്നേരം അതൊക്കെ കൊണ്ട് തന്നെ വോൾക്കനോസ്കിക്ക് ഇനി പ്രത്യേകിച്ചൊന്നും നേടാനില്ല. അന്നേരം അതുകൊണ്ട് ഇനി ന്യൂ ഇയർ ടാലൻസിനെ വെറുതെ തോപ്പിച്ചിട്ട് ആ ഒരു കൂടുതൽ ബോറിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് ആ ഒരു പെർഫെക്റ്റ് എൻഡിങ്ങിൽ വോൾക്കനോസ്കി ആ ഒരു ഫൈറ്റ് നിർത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ അവിടെ ആ ഒരു റിട്ടയർ ആവുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പിന്നെ ഡിയോഗോ ലോപ്പസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പുതിയ ഫൈറ്റിലേക്കുള്ള വഴി തുറന്നിട്ടുണ്ട്. മറ്റേ യായർ റോഡ്രിഗസ് പ്രസ് കോൺഫറൻസ് വെച്ചിട്ട് ലോപ്പസും യായറും തമ്മിൽ ആൾറെഡി പ്രശ്നമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അന്നേരം ഇനി മിക്കവാറും അവർ തമ്മിൽ ഫൈറ്റ് ആയിരിക്കും. യായർ റോഡ്രിഗസ് ഇപ്പം പിറ്റ്ബുളിലേക്ക് തോപ്പിച്ചു. അന്നേരം ഇനി പ്രോബബ്ലി ഡിയോഗോ ലോപ്പസും യായർ റോഡ്രിഗസും ആയിരിക്കും. ഒരുപക്ഷെ വോൾക്കനോസ്കി റിട്ടയർ ആയില്ലെങ്കിൽ ഇനി ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് മോസാർ ആയിരിക്കും. എനിക്ക് ശരിക്കും കാണേണ്ട ഫൈറ്റ് ഡിയോഗോ ലോപ്പസും മോസാറും കൂടെയുള്ള സെക്കൻഡ് ഫൈറ്റാണ്. ഫസ്റ്റ് ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഷോർട്ട് നോട്ടീസ് ഫൈറ്റ് ആയിരുന്നു.
ഒരു അടിപൊളി ഫൈറ്റ് ആയിരുന്നു. ഈ സെക്കൻഡ് ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിരിക്കും. കാര്യം ഈ ലോപ്പസ് ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കുറച്ചുകൂടി ചാൻസ് പ്രോബബ്ലി ലോപ്പസിനായിരിക്കാം. ഇവർ തമ്മിലൊരു സെക്കൻഡ് ഫൈറ്റ് എനിക്ക് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ആ ഒരു കാർഡിൽ നടന്ന ബാക്കി മാച്ചസ് ഏതൊക്കെ നോക്കുകയാണെങ്കിൽ പാഡി പിംബ്ലെറ്റ് വേഴ്സസ് ചാൻഡലർ. ചാൻഡലറിനെ ഇങ്ങനെ ആരെങ്കിലും കൈകാര്യം ചെയ്യുന്നത് ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. ചാൻഡലറിനെ ഇങ്ങനെ ആരെങ്കിലും കൈകാര്യം ചെയ്യുമെന്നും ഞാൻ കരുതിയില്ല. പക്ഷേ ഈ ഒരു റിസൾട്ട് ഞാൻ അത്ര ഒരു സർപ്രൈസ് ഒന്നും ആയിരുന്നില്ല. കാര്യം നമ്മൾ ആൾറെഡി ചാൻഡലർ വേഴ്സസ് ചാൾസ് ഒലിവേര ഫൈറ്റിൽ നമ്മൾ കണ്ടപ്പം ചാൻഡലർ കുറേയൊക്കെ ഫെയ്ഡ് ആയല്ലോ എനിക്ക് തോന്നിയായിരുന്നു. കാര്യം ആ ഒരു പഴയ ചാൻഡലർ അല്ലെങ്കിൽ ആ ഒരു ചാൻഡലറിഷ് പരിപാടികളൊന്നും ചെയ്യാൻ അതിനകത്ത് പറ്റിയില്ല. ഒരുപക്ഷെ ഞാൻ കരുതി അതിപ്പം എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും, ബട്ട് എനിക്കറിയത്തില്ല. പക്ഷേ അന്ന് ആ ഒരു ഫെയ്ഡ് ആവുന്നതെന്ന് തോന്നിയത് ഏറെക്കുറെ ട്രൂ ആണെന്ന് എനിക്ക് തോന്നി. കാര്യം ആ ഒരു പഴയ ചാൻഡലറിനെ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഐക്യു വെച്ചിട്ട് ഫസ്റ്റ് റൗണ്ട് ഇത്രയും ഡേഞ്ചറസ് ഫൈറ്റ് നടത്തുന്ന ചാൻഡലറിനെ ഞാനിവിടെ കണ്ടില്ല. ചാൻഡലർ ഒബ്വിയസ്ലി ഡേഞ്ചറസ് തന്നെയാണ്, പക്ഷേ എങ്കിലും ഫെയ്ഡ് ആയി തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ചാൻഡലറിനെ പാഡി തല്ലിക്കൂട്ടി. മാത്രമല്ല പാഡി ഇത്രയും നാളും ലെജിറ്റാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്കിങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ അത് ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് പാഡി ഒരു ഓൾഡ് മാൻ ബീറ്ററായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നോക്കുകയാണെങ്കിൽ ടോണി ഫെർഗൂസനുള്ള ഫൈറ്റ്, അതായത് പ്രൈമിൽ പോയിട്ട് പ്രൈമിൻ്റെ 7 പോലും നിൽക്കാത്ത ടോണി ഫെർഗൂസനെ തോപ്പിച്ചു. പിന്നെ മറ്റേ ബോബി ഗ്രീനെ തോപ്പിച്ചു. അതായത് പിന്നെ ഇപ്പം ചാൻഡലറിനെ തോപ്പിച്ചു. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈം കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരെയാണ് പാഡി പിംബ്ലെറ്റ് ഇങ്ങനെ തോപ്പിച്ച് വരുന്നത്. മാത്രമല്ല പാഡി ഇനി മിക്കവാറും ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ ജസ്റ്റിൻ ഗേജി ആയിരിക്കും. എനിക്കെന്തോ അറിയത്തില്ല, ആ ഒരു ഫൈറ്റ് കഴിഞ്ഞ പാടെ എനിക്ക് നേരെ മനസ്സിൽ ഓർമ്മ വന്നത് പാഡി പിംബ്ലെറ്റ് വേഴ്സസ് ജസ്റ്റിൻ ഗേജി ഫൈറ്റ് നല്ലതായിരിക്കും എന്നുള്ള രീതിയിലാണ്. അതേ കാര്യം തന്നെ ഒരുപാട് പേരും ഇങ്ങനെ പറയുന്നത് കേട്ടോ. അതായത് മിക്കവാറും എല്ലാവരും മനസ്സിൽ വന്ന സെയിം കാര്യമാണ്. അന്നേരം എഗെയിൻ ഒരു ഓൾഡർ കയ്യെ തോപ്പിക്കാൻ പോവാണ് പാഡി പിംബ്ലെറ്റ് ഫൈറ്റ് നടക്കുകയാണെങ്കിൽ. അന്നേരം കുറച്ച് പാഡി പിംബ്ലെറ്റ് ശരിക്കും ഒരു ഈസി റൂട്ടിലൂടെയാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അതിൻ്റെ ഈ ഒരു ഓൾഡ് മാൻ ബീറ്ററായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ചെറിയൊരു ഇഷ്യൂ ആണ്. അന്നേരം പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു യങ്ങർ ഹംഗ്രി ഗായുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പാഡി പിംബ്ലെറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഇനിയും എനിക്ക് ചെറിയ ഡൗട്ടുകൾ ഇല്ലാതില്ല. കാരണം ഇത്രയും നാളും പാഡി ലെജിറ്റ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. പക്ഷേ ലെജിറ്റ് തന്നെയാണ്. ഓക്കെ, പാഡി പിംബ്ലെറ്റ് കിട്ടുന്ന ഫൈറ്റർ തന്നെയാണ്. പക്ഷേ എങ്കിലും ഈ ഒരു സംഭവം ഉണ്ട്, അതായത് ഒരു പ്രൈമിൽ നിന്ന് കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരെ ബീറ്റ് ചെയ്തിട്ടാണ് പാഡി വരുന്നത്. അങ്ങനെ ഒരു വിഷയം കൂടിയുണ്ട്. പിന്നെ അടുത്ത ഫൈറ്റ് നോക്കുകയാണെങ്കിൽ വേറൊരു സന്തോഷമുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഡൊമിനിക് റൈസ് അണ്ണൻ വീണ്ടും ജയിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ ഗോഡ്സ് ലെയർ ഡൊമിനിക് റൈസ് വീണ്ടും ജയിച്ചിരിക്കുകയാണ്. നികിത ക്രിലോവിനെ KO ചെയ്തുകൊണ്ട് ഇപ്പം കണ്ടിന്യൂസ്ലി 3ാമത്തെ വിക്ടറിയാണ്. ഡൊമിനിക് റൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജോൺ ജോൺസ് ഫൈറ്റിന് ശേഷം, അതായത് ഏറെക്കുറെ ഒരു കേഴ്സ് പോലായിരുന്നു. അതായത് ജോൺ ജോൺസിനെ ഫൈറ്റ് ചെയ്യുന്നവരെ അൺഡിഫീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന ആളാണ് ഡൊമിനിക് റൈസ്. അതായത് ജോൺ ജോൺസിനെ ബീറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു അൺഡിഫീറ്റഡ് ആയിട്ട് വന്നിട്ട് ചാമ്പ്യൻ ആവാൻ വേണ്ടിയിരുന്ന ആളാണ് ഡൊമിനിക് റൈസ്. അതായത് ജോൺ ജോൺസുമായിട്ടുള്ള ഫൈറ്റിൽ ആ ഒരു ഡിസിഷൻ ലെജിറ്റ് ആയിരുന്നെങ്കിൽ, അതായത് പ്രോപ്പർ ഡിസിഷൻ ആയിരുന്നെങ്കിൽ ജയിക്കേണ്ടിയിരുന്ന ആളാണ് ഡൊമിനിക് റൈസ്. റോബറി കാരണം ഡൊമിനിക് റൈസ് തോറ്റു. അത് കഴിഞ്ഞിട്ട് അതായത് ഏറെക്കുറെ ഒരു ടോണി ഫെർഗൂസൺ ലൈനിലേക്കാണ് ഡൊമിനിക് റൈസ് പോയത്. അത് കഴിഞ്ഞിട്ട് യാൻ ബ്ലോഹോയ്ക്ക് KO ചെയ്തു. അത് കഴിഞ്ഞ് ഇരി പ്രഹാസ്ക മറ്റേ സ്പിന്നിങ് എൽബോ വെച്ച് KO ചെയ്തു. അത് കഴിഞ്ഞ് റയാൻ സ്പാൻ KO ചെയ്തു. എന്തായാലും അതിൽ നിന്നൊക്കെ റിക്കവറായിട്ട് അണ്ണൻ ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു റയാൻ സ്പാൻ ഡൊമിനിക് റൈസിനെ ലാസ്റ്റ് KO ചെയ്ത് 2022 തോന്നുന്നു. എന്തായാലും ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്തിട്ട് 2024 മുതൽ വീണ്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡൊമിനിക് റൈസ് ബാക്ക് ടു ബാക്ക് 3 പേരെ KO ചെയ്തിട്ടാണ് ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുന്നത്. അതായത് ഏറെക്കുറെ നല്ല ഒന്നാമത്തെ ഒരു തിരിച്ചറിവ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ ആലോചിക്കും അലക്സ് പെരേരയോ ഇരി പ്രഹാസ്കയൊക്കെ തോപ്പിച്ചിട്ട് അവസാനം അങ്കലേവായിട്ടുള്ള ഫൈറ്റിൽ അങ്കലേവിനെ KO ചെയ്യുമോ മറ്റൊക്കെ ചെയ്തിട്ട് അവസാനം ചാമ്പ്യൻ ആയി കഴിഞ്ഞാൽ ആലോചിച്ച് ലെജൻഡറി സ്റ്റോറി ആയിരിക്കും. അതായത് ഇതുവരെ യൂസിലില്ലാത്ത പോലെ സ്റ്റോറി ആയിരിക്കും ഡൊമിനിക് റൈസിൻ്റെ. അതായത് അങ്ങനെയൊക്കെ നടന്നിരുന്നേ കൊള്ളായിരുന്നു, നല്ല രസമായിരുന്നേനെ. പിന്നെ ഈ ഒരു KO നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, അതായത് കറക്റ്റിൽ മഗ്രിഗോർ KO ചെയ്ത പോലെയാണ്. കറക്റ്റ് ഏറെക്കുറെ ഹോസ്റ്റാൾഡോ ഇങ്ങനെ അഗ്രസീവായിട്ട് കയറി വന്നു, നേരെ KO ചെയ്ത് നിലത്തിട്ടു. സെയിം KO ആണ് ഇവിടെ നടന്നത്. ഏറെക്കുറെ അതിന് സിമിലറായിട്ട് മറ്റേ ഒമാലി അലിജോയെ KO ചെയ്യാൻ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് ഏറെക്കുറെ കറക്റ്റ് അതുപോലെ വീണത്. എന്തായാലും അതും കൊള്ളായിരുന്നു. എന്തായാലും ഈ ഒരു കാർഡ് UFC 300 ശേഷം ഉണ്ടായിരുന്ന ഏറ്റവും ബെസ്റ്റ് കാർഡാണ്. കാര്യം റിസൾട്ട് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും. പിന്നെ ഒരു ഫൈറ്റും കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ കാർഡിൽ ജീൻ സിൽവ വേഴ്സസ് ബ്രൈസ് മിച്ചൽ. ഞാൻ കരുതിയിരുന്നത് ജീൻ സിൽവ ജയിക്കും തന്നെയാണ്. പക്ഷേ എങ്കിലും ഈ ഒരു ഫൈറ്റിൽ ജീൻ സിൽവ ബ്രൈസ് മിച്ചലിനെ KO ചെയ്യുന്നതാണ് ഞാൻ കരുതിയത്. പിന്നെ ബ്രൈസ് മിച്ചൽ ഒരു പക്ഷേ ജീൻ സിൽവയെ നിലത്തിട്ട് സബ്മിറ്റ് ചെയ്യാനും മറ്റും ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നു. പക്ഷേ ആ കരുതിയിരുന്ന കാര്യങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് ജീൻ സിൽവ ബ്രൈസ് മിച്ചലിനെ സബ്മിറ്റ് ചെയ്തു. അത് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ബ്രൈസ് മിച്ചൽ ഒട്ടും മോശം ആളല്ല. ഇലിയ ടൊപ്പൂരിയായിട്ട് ബ്രൈസ് മിച്ചൽ ഫൈറ്റ് ചെയ്യാൻ നമ്മൾ കണ്ടതാണ്. ഇലിയ ടൊപ്പൂരി എടുത്ത് മലത്തിയിട്ട ആളാണ് ബ്രൈസ് മിച്ചൽ. അന്നേരം ബ്രൈസ് മിച്ചൽ ഒട്ടും മോശം ആളല്ല. പക്ഷേ ജീൻ സിൽവ ബ്രൈസ് മിച്ചലിനെ സബ്മിറ്റ് ചെയ്തു. അതെന്ന് പറയുമ്പോഴത്തേക്ക് ഹെവിലി ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യമാണ്. ജീൻ സിൽവ എന്തായാലും ഫെദർ വെയ്റ്റ് ഡിവിഷനിൽ നല്ലൊരു പ്രോബ്ലമായിട്ട് മാറും. എന്തായാലും നല്ലൊരു ഹൈപ്പിലാണ് ഇവൻ കയറി പോകുന്നത്. എന്തായാലും എനിക്കിനി കാണാൻ ആഗ്രഹമുള്ളൊരു ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ജീൻ സിൽവയും ജോഷ് അമറ്റും കൂടി ഒരു ഫൈറ്റ് എനിക്ക് കണ്ടാൽ കൊള്ളുന്നുണ്ട്. അത് അടിപൊളി ഫൈറ്റ് ആയിരിക്കും. ജോഷ് അമറ്റ് വേഴ്സസ് ഇലിയ ടൊപ്പൂരി ഫൈറ്റ് നമ്മൾ കണ്ടില്ലേ. ജോഷ് അമറ്റ് ഹെവി ഹിറ്ററാണ്.
ഏറെക്കുറെ ഒരു ഗേറ്റ് കീപ്പറായിട്ട് നിൽക്കുന്ന ആളാണ്. ഇപ്പം മറ്റേ ലിറോൺ മർഫിയായിട്ടുള്ള ഫൈറ്റിൽ അത് മർഫി എങ്ങനെയൊക്കെ ജയിച്ചു അത്ര തന്നെ. ജോഷ് എമ്മറ്റ് നല്ല സോൾഡ് ഫൈറ്ററാണ്. അന്നേരം എമറ്റും ജീൻ സിൽവയും കൂടെ ഫൈറ്റ് നടന്നിരുന്നേ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ലിറോൺ മർഫിയായിട്ടും. അത് മിക്കവാറും സിൽവ തന്നെ ജയിക്കും. എന്തായാലും നോക്കാം. ജീൻ സിൽവ ശരിക്കും ഒരു മാഡ്മാനാണ്. അതെ, ഏറെക്കുറെ ഇതൊക്കെയാണ് UFC 314 നടന്നത്. ഞാൻ കൂടുതൽ ഡീറ്റെയിലിങ്ങിലോട്ടൊന്നും പോകുന്നില്ല, കാര്യം നിങ്ങൾ ഒരുപാട് പേരും ഫൈറ്റ് അങ്ങനെ സ്ഥിരം കാണുന്ന ആൾക്കാരൊന്നുമല്ല. അന്നേരം ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ശരിക്കും ഈ ഒരു മെയിൻ കാർഡ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. കാര്യം ഞാൻ എല്ലാ കാര്യങ്ങളും ഇരുന്ന് പറയുകയാണെങ്കിൽ നിങ്ങളിരുന്ന് ഉറങ്ങും, നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ ഒരു കാര്യങ്ങളിലൊക്കെ കുറേശ്ശെ ഇൻട്രസ്റ്റ് ആക്കി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേശ്ശെ ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കാം. ഓക്കെ, ഫുൾ കാർഡ് ഒക്കെ നമുക്ക് സംസാരിക്കാം. ഫൈറ്റ് പ്രഡിക്ഷൻസും അല്ലെങ്കിൽ ഈ പറയുന്ന ഫുൾ റീക്യാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അതിന് തൽക്കാലം അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു മെയിൻ കാർഡിലേക്ക് ചുരുക്കിയിരിക്കുന്നത്. കാരണം ഇതൊക്കെയാണ് കാര്യങ്ങൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.